സമാധാനമായി യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് ഓരോ യാത്രക്കാരും ട്രെയിൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നത്. എന്നാൽ ചിലപ്പോഴെങ്കിലും ചില യാത്രകൾ തർക്കങ്ങളിലും തലവേദനകളിലും അവസാനിക്കാറുണ്ട്. സഹയാത്രികരുടെ നിസ്സഹകരണം കൊണ്ടും റെയിൽവേ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തതിനാലുമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ദീർഘദൂര ട്രെയിൻ യാത്രകൾ ചെയ്യുന്നവരാണ് ഇത്തരത്തിൽ സഹയാത്രികരുടെ പെരുമാറ്റത്തിൽ ബുദ്ധിമുട്ട് കൂടുതലും അനുഭവിച്ചിട്ടുണ്ടാവുക. സൈഡ് അപ്പർ ബർത്ത് ബുക്ക് ചെയ്തയാൾക്ക് താഴെയിരിക്കാൻ അവകാശമില്ലെന്നും പറഞ്ഞ് സഹയാത്രികൻ ബുദ്ധിമുട്ടുണ്ടാക്കിയതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പോസ്റ്റ് അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. റിസർവ് ചെയ്ത അപ്പർ അല്ലെങ്കിൽ മിഡിൽ ബർത്തുകളുള്ള യാത്രക്കാർക്ക് താഴത്തെ സീറ്റിലിരിക്കാൻ കഴിയില്ലേ എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. സ്ലീപ്പർ ബർത്തുകളെക്കുറിച്ചും ഇന്ത്യൻ റെയിൽവേയുടെ നിയമങ്ങളെക്കുറിച്ചും അടിസ്ഥാന ധാരണയുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്തതും സുഖപ്രദവുമായ ട്രെയിൻ യാത്ര ഉറപ്പാക്കാനാകും. സൈഡ് ലോവറിലെ 2 സീറ്റുകളും തന്റേതാണെന്ന് ഒരു യാത്രക്കാരൻ വാദിച്ചതിനെക്കുറിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിലെ കുറിപ്പ്. വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് അയാൾ തന്റെ അവകാശവാദവുമായി എത്തിയത്. ബർത്ത് സീറ്റാവുന്ന സമയം എപ്പോഴാണെന്നാണ് ഈ കുറിപ്പിൽ ചോദിച്ചിരിക്കുന്നത്. വൈറലായ ഈ പോസ്റ്റിന് താഴെ 100 കണക്കിന് കമന്റുകളാണ് എത്തിയത്. അവയിൽ ഏറ്റവും വൈറലായത് രാത്രി 9:59 വരെ വാഷ്റൂമിൽ പോകാൻ പോലും എഴുന്നേൽക്കരുതെന്നായിരുന്നു. യഥാർത്ഥത്തിൽ ട്രെയിനിൽ ഉറങ്ങാനുള്ള സമയം എപ്പോഴാണ്? ഇന്ത്യൻ റെയിൽവേ കൊമേഴ്ഷ്യൽ മാനുവൽ വോള്യൂം 1 652 പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ്: രാത്രി 10 മണിക്കും രാവിലെ 6 മണിക്കും ഇടയിലാണ് ഉറങ്ങാനുള്ള സമയമെന്നും ബാക്കിയുള്ള സമയം ഇരുന്ന് യാത്ര ചെയ്യാമെന്നുമാണ് പറയുന്നത്. റിസർവ് ചെയ്ത സൈഡ് അപ്പർ ബർത്തുകളുള്ള യാത്രക്കാർക്കും ആ സമയം സീറ്റിലിരിക്കാം. എന്നാൽ ഈ യാത്രക്കാർക്ക് രാത്രി 10 മുതൽ രാവിലെ 6 വരെ സീറ്റിൽ ഇരിക്കാൻ കഴിയുന്നതല്ല. അതേസമയം ശാരീരിക അവശതകളുള്ള യാത്രക്കാർക്കും ഗർഭിണികൾക്കും സീറ്റുകളോ ബർത്തുകളോ ഉപയോഗിക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നും റെയിൽവേ നിർദ്ദേശിക്കുന്നുണ്ട്. രാത്രി 10 മണിക്ക് ശേഷം യാത്രക്കാർക്ക് സുഖമായി ഉറങ്ങാൻ അനുവദിക്കുന്ന ചില നിയമങ്ങളും ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കുന്നുണ്ട്. നേരത്തെ ട്രെയിനിൽ കയറിയവരാണെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം TTEക്ക് നിങ്ങളുടെ ടിക്കറ്റ് പരിശോധിക്കാൻ സാധിക്കില്ല. ട്രെയിനിനുള്ളിലെ രാത്രി ലൈറ്റുകൾ ഒഴികെ മറ്റെല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യണം. കൂട്ടമായി യാത്ര ചെയ്യുന്നവർ സഹയാത്രികർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം ശബ്ദം താഴ്ത്തി സംസാരിക്കാനും നിർദ്ദേശമുണ്ട്. ഇതോടൊപ്പം ട്രെയിൻ യാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട മറ്റു നിയമങ്ങളും നോക്കാം. ബുക്ക് ചെയ്ത സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് ട്രെയിൻ കയറാൻ സാധിക്കുന്നില്ലെങ്കിൽ അടുത്ത 2 സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിൻ കയറാം. റിസർവ് ചെയ്തതിനു ശേഷം 2 സ്റ്റേഷനുകൾ വരെ TTEക്ക് നിങ്ങളുടെ സീറ്റുകൾ മറ്റ് യാത്രക്കാർക്ക് അനുവദിക്കാനാവില്ല. റിസർവ് ചെയ്ത സ്റ്റേഷനും 2 സ്റ്റേഷനുകളും കഴിഞ്ഞാൽ TTEക്ക് RAC സ്റ്റാറ്റസ് ഉള്ള ഏത് യാത്രികനും നിങ്ങളുടെ സീറ്റ് നൽകാൻ സാധിക്കും. നിങ്ങളുടെ ബുക്ക് ചെയ്ത ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ പോലും ട്രെയിനിൽ കയറാൻ സാധിക്കും. അതിനായി PRS കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. അതേസമയം ഓൺലൈൻ വഴി ഈ ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ ഇത് സാധ്യമാവുകയുമില്ല. ചാർട്ട് തയ്യാറാക്കിയ ശേഷം വെയിറ്റിംഗ് ലിസ്റ്റിലെ ഈ ടിക്കറ്റ് റീഫണ്ട് ചെയ്യുമെന്നതിനാൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നയാൾക്ക് സമാനമായിരിക്കും നിങ്ങളും. ട്രെയിനുകളിലെ എമർജൻസി ചങ്ങല വലിച്ച് പല യാത്രക്കാരും ബുദ്ധിമുട്ടിലായിട്ടുമുണ്ട്. എപ്പോഴൊക്കെയാണ് ട്രെയിനിലെ ചങ്ങല വലിച്ചു നിർത്തേണ്ടത് എന്നതുകൂടി പരിശോധിക്കാം. നിങ്ങളോടൊപ്പമുള്ള കുട്ടിക്കോ പ്രായമായവർക്കോ ശാരീരിക വൈകല്യമുള്ളവർക്കോ ട്രെയിനിൽ കയറാൻ കൂടുതൽ സമയം വേണ്ടി വന്നാൽ ചങ്ങല വലിക്കാം. ട്രെയിനിനുള്ളിൽ എന്തെങ്കിലും അപകടമോ അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടായാൽ യാത്രക്കാർക്ക് ചങ്ങല വലിക്കാം. ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്നവർക്ക് എത്ര ഭാരമുള്ള ലഗേജ് കൊണ്ടുപോകാം എന്നതിലും കണക്കുകളുണ്ട്. AC കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് 70 കിലോ വരെ കൊണ്ടുപോകാൻ കഴിയും. അതേസമയം സ്ലീപ്പർ കോച്ചുകളിൽ 40 കിലോ വരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. സെക്കൻഡ് ക്ലാസ്സിൽ 35 കിലോയും കൊണ്ടുപോകാം. എന്നാൽ അധിക ലഗേജ് ചാർജുകൾ നൽകി AC കോച്ചിൽ 150 കിലോയും സ്ലീപ്പറിൽ 80 കിലോയും സെക്കൻഡ് ക്ലാസ്സിൽ 70 കിലോയും വരെ കൊണ്ടുപോകാൻ സാധിക്കും.